Hello everyone, welcome back to my channel Murshid Bandidos. Hope all you guys are doing good. BMW കാണുമ്പോൾ ശരിക്കും ഒരു സർപ്രൈസ്ഡ് ആയിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ഒരുപാട് BMW വീഡിയോസ് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടൊരു BMW എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം അല്ലേ? പക്ഷേ നമ്മളൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ആതിരപ്പള്ളിയിൽ വെച്ചിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്സസറീസും ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ ശരിക്കും ഇന്ന് ഞാൻ സ്റ്റോറിൽ വന്നപ്പോൾ ഈ ഒരു BMW G310GS കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യാൻ തോന്നി. ഇറ്റ്സ് ബിക്കോസ് ഇതിലിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം ഒരു പ്രീമിയം പ്രോഡക്ട്സ് റേഞ്ചാണ്. അതായത് ബാക്ക് ബസ്റ്റർ, ഹാൻഡ് ഗാർഡ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, ക്രാഷ് ഗാർഡ്, ആ പ്രോഡക്ട്സ് എല്ലാം കൂടെ ഈ ഒരു മോട്ടോർ സൈക്കിളിന് സെറ്റ് ചെയ്ത സമയത്ത് ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്കിൽ തന്നെ വലിയൊരു വ്യത്യാസം കണ്ടു. മാത്രമല്ല ഈ ഒരു കളർ കോമ്പിനേഷനും ഈ പ്രോഡക്ട്സുമായിട്ട് നല്ലപോലെ ബ്ലെൻഡായ ഒരു ഫീല്. സോ ഐ തോട്ട് നമുക്കൊരു പുതിയ വീഡിയോയും കൂടെ BMW റൈഡേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാം. സോ അങ്ങനെ ഈ ഒരു സ്റ്റോറിൻ്റെ അകത്തേക്ക് നമ്മൾ മോട്ടോർ സൈക്കിൾ കയറ്റി വെച്ചിട്ടുള്ളത്. സോ BMW ഉപയോഗിക്കുന്ന എല്ലാ റൈഡേഴ്സും, നിങ്ങളുടെ ഫ്രണ്ട്സ് ആവട്ടെ, ഫാമിലി മെമ്പേഴ്സ് ആവട്ടെ, അവർക്കെല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ആസ് യൂഷ്വൽ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. എനിക്ക് ഏറ്റവും ഈ ഒരു മോട്ടോർ സൈക്കിളിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം, ഞാൻ പെട്ടെന്ന് നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് ഈ ഒരു ലോങ് ടൂറിങ് വൈസറാണ്. ജിവി എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്, ഇറ്റലി ബ്രാൻഡാണ്. ഒരുപാട് പ്രോഡക്ട്സ് ജിവിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ തന്നെ കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ തന്നെ ജിവിൻ്റെ ടോപ്പ് ബോക്സും സൈഡ് പാനിയേഴ്സിൻ്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വെൽ നോൺ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്, റൈഡേഴ്സിനിടയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു ബ്രാൻഡാണ്. ആ ഒരു ബ്രാൻഡിൻ്റെ ഒരു മസിൽ ലുക്ക് വരുന്ന ഒരു ലോങ് ടൂറിങ് വൈസറാണ് ആദ്യം തന്നെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ലോങ് ടൂറിങ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്നത്. കാരണം വിൻഡ് ബ്ലാസ്റ്റ് നമുക്കറിയാം, നമ്മളെല്ലാം ഫുൾ ത്രോട്ടിൽ ഹൈവേസിൽ പോകുന്ന ആളുകളാണ് അല്ലേ ലോങ് ടൂറിങ് ചെയ്യുന്ന സമയത്ത്. സോ ആ സമയത്തൊക്കെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ് വിൻഡ് റെസിസ്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ പാർട്ടാണത്. സോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വിസിബിലിറ്റിയോട് കൂടിയിട്ട്, ഇതൊരു ക്ലിയർ വൈസർ ആയതുകൊണ്ട് തന്നെ, ഒരു ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് നിങ്ങൾ വിസിബിലിറ്റിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളില്ലാതെ നല്ല ഒരു ലുക്കും. ഈ ഒരു മോട്ടോർ സൈക്കിൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞാനൊരു ഒറ്റ നോട്ടത്തിൽ ദൂരത്തു നിന്നും കാണുമ്പോൾ ഇതൊരു 1200cc മോട്ടോർ സൈക്കിളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, BMW തന്നെ. പിന്നീട് അതൊന്ന് അടുത്തേക്ക് വന്നപ്പോഴാണ് ഇത് നമ്മളെ G310GS ആണെന്ന് എനിക്ക് മനസ്സിലായത്. ബിക്കോസ് അതിനൊരു മെയിൻ കാരണം, ഇതിൻ്റെ കോസ്മെറ്റിക് അപ്ഡേറ്റ്സിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു ലോങ് ടൂറിങ് വൈസറാണ്. ഒരു ബിഗ് ബൈക്കായിട്ടുള്ള ഒരു ഫീല് കൊണ്ടുവരാൻ സാധിച്ചു. അപ്പാർട്ട് ഫ്രം ഇതിൻ്റെ മറ്റുള്ള അഡ്വാൻറ്റേജിൽ പുറമേ ഞാൻ പറയുന്ന കാര്യം കേട്ടോ. സോ ജിവി ഇസ് കമ്മിങ് വിത്ത് ദ പ്രൈസ് റേഞ്ച് ഓഫ് 7899. ഈ ഒരു പ്രൈസിനെ കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ. ബിക്കോസ് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയിലാണെങ്കിലും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിലും എല്ലാം ഹൈ എൻഡ് മെറ്റീരിയലാണ് കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഒബ്വിയസ്ലി ഇഫ് യു ആർ ഗോയിങ് ഫോർ ക്വാളിറ്റി, ഡെഫിനറ്റ്ലി വി ഹാവ് ടു പേ ഫോർ ഇറ്റ്. വൈസർ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രാധാന്യത്തിൽ വേണ്ട, എല്ലാ റൈഡേഴ്സിനോടും ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകളോടും മറ്റുള്ള എല്ലാവരോടും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ക്രാഷ് ഗാർഡ്. ബിക്കോസ് മോട്ടോർ സൈക്കിളിനും അതുപോലെ തന്നെ റൈഡർക്കും വലിയ ഒരു സേഫ്റ്റി കൊണ്ടുവരുന്ന ഒരു പാർട്ടാണ് ക്രാഷ് ഗാർഡ് എന്ന് പറയുന്നത്. ഈ ഒരു ക്രാഷ് ഗാർഡ് അപ്പർ ക്രാഷ് ഗാർഡായിട്ടും ലോവർ ക്രാഷ് ഗാർഡായിട്ടും സെപ്പറേറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. കംപ്ലീറ്റ്ലി സ്റ്റെയിൻലെസ് സ്റ്റീലോട് കൂടി വരുന്ന ഈ ഒരു ക്രാഷ് ഗാർഡ് ഈ ഒരു കംപ്ലീറ്റ് ബോഡി പാർട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പാർട്ട് ഫ്രം ദിസ് ബോഡി പാർട്ട് കംപ്ലീറ്റ് എൻജിൻ സൈഡിലേക്ക് വരുന്നതാണ് ഈ ഒരു ലോവർ സൈഡ് ക്രാഷ് ഗാർഡ് എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഇതിന് ഫിനിഷിങ് ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ഫിനിഷിങ്ങിനോട് തന്നെ കിടപിടിക്കുന്ന ഒരു ഫിനിഷിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഈ ഒരു പെയിൻറ്റിങ് നിങ്ങൾക്ക് അറിയാം, ഈ ഒരു കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു കളർ കോമ്പിനേഷനോടും ഈ ഒരു സിൽവർ എലമെൻറ്റിനോടും കറക്റ്റായിട്ട് സ്യൂട്ടബിൾ ആവുന്ന അല്ലെങ്കിൽ ബ്ലെൻഡ് ആവുന്ന രീതിയിലുള്ള ഒരു ഫിനിഷിങ് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രാഷ് ഗാർഡിന് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ഇപ്പോൾ പല ഷോറൂമുകളിൽ നിങ്ങൾ മോട്ടോർ സൈക്കിൾ വാങ്ങിക്കുകയാണെങ്കിൽ ലോവർ ക്രാഷ് ഗാർഡ് മോട്ടോർ സൈക്കിളിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും പേടിക്കേണ്ടതായിട്ടില്ല കേട്ടോ. ബിക്കോസ് അപ്പർ ക്രാഷ് ഗാർഡ് മാത്രമായിട്ട് തന്നെ ബാൻഡിഡോസിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ ഒരു അപ്പർ ക്രാഷ് ഗാർഡ് മാത്രമാണ് ഉള്ളത്, അങ്ങനെയുള്ള ആളുകൾക്ക് ലോവർ ക്രാഷ് ഗാർഡും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. JB റേസിങ്ങിൻ്റെ ഒരു ബാഷ് പ്ലേറ്റും കൂടെ ഈ ഒരു കോംബോ വാങ്ങിക്കുന്ന ആളുകൾക്ക്, അതായത് അപ്പറും ലോവറും ഒരുമിച്ച് വാങ്ങിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ കോസ്റ്റ് അറ്റ് പ്രസൻറ്റ് 19,800 ആണ് ഞാൻ വരുന്നത്. അറ്റ് പ്രസൻറ്റ് എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം, മെറ്റലിൻ്റെ പ്രൈസും എല്ലാ പ്രൊഡക്ട്സിൻ്റെ പ്രൈസും ഈ പെട്രോൾ ഹൈക്കിൻ്റെ ഒക്കെ കാരണം പ്രൊഡക്ട്സിൻ്റെ പ്രൈസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ പല മാസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 19,800 ആണ്. ആ ഒരു 19,800 നിങ്ങൾ അപ്പറും ലോവറും വാങ്ങിക്കുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ദിസ് ബാഷ് പ്ലേറ്റ്. JB റേസിങ്ങിൻ്റെ നല്ല ക്വാളിറ്റിയോട് കൂടി വരുന്ന ബാഷ് പ്ലേറ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3,999 ആണ്.
സോ 19,800-ന് ഇത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ബാഷ് പ്ലേറ്റ് ഇപ്പോൾ ഒരു ബാൻഡിഡോസിൻ്റെ ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ മോട്ടോർ സൈക്കിൾ BMW ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇതൊരു അടിപൊളി ഡീലാണ് കേട്ടോ. ചില ക്രാഷ് ഗാർഡുകളൊക്കെ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് അത് നമ്മൾ സർവീസിന് കൊണ്ടുപോവുകയാണെങ്കിൽ എല്ലാ ക്രാഷ് ഗാർഡിൻ്റെ എല്ലാ ഭാഗവും റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഓയിൽ ഫിൽറ്ററൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ ഈ ഒരു ബാഷ് പ്ലേറ്റും ഈ ഒരു ക്രാഷ് ഗാർഡും നിങ്ങൾ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ഒരു 4 ബോൾട്ട് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഫിൽറ്റർ റിമൂവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതൊരു എടുത്തു പറയേണ്ട ഒരു അഡ്വാൻറ്റേജ് ആണ്. സോഫാർ ഞാൻ പറഞ്ഞു മോട്ടോർ സൈക്കിളിനും അതുപോലെ തന്നെ റൈഡർക്കും പിന്നെ ഈ ഒരു മോട്ടോർ സൈക്കിളിന് നല്ലൊരു അഗ്രസീവ് ലുക്ക്, ഒരു ബിഗ് ബൈക്ക് ലുക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രാഷ് ഗാർഡാണ്. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് ദൂരത്തുനിന്ന് കണ്ടപ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി ഈ ഒരു മോട്ടോർ സൈക്കിൾ കണ്ടപ്പോൾ. ഒന്ന് നമ്മളെ വൈസർ ഞാൻ നേരത്തെ പറഞ്ഞു, അതുപോലെ തന്നെ ഒരു വലിയൊരു പങ്ക് ഈ ഒരു ക്രാഷ് ഗാർഡിനും കൂടെ ഉണ്ട്. നിങ്ങൾക്കത് വിഷ്വൽ കണ്ടാലും അത് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ഫ്രണ്ട് സൈഡിൽ തന്നെ ഈ ഒരു മോട്ടോർ സൈക്കിളിലേക്ക് ഈ കംപ്ലീറ്റ് ആക്സസറീസ് ബ്ലെൻഡ് ആവുന്ന അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആവുന്ന വളരെ കോമ്പിനേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റാണ് ഹാൻഡ് ഗാർഡ്. ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ബാക്ക് ബസ്റ്റർ ഹാൻഡ് ഗാർഡാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ഫ്രം ഓസ്ട്രേലിയ. വളരെ ഫെമിലിയർ ആണ്, റൈഡേഴ്സിൻ്റെ ഇടയിൽ എല്ലാവർക്കും അറിയുന്ന ബ്രാൻഡ്സാണ്. സോ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ടതായിട്ടില്ല കേട്ടോ. ബിക്കോസ് ഇതിൻ്റെ ഈ ഒരു അലൂമിനിയം കൺസ്ട്രക്ഷനാണ് ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ്ലി ഹാൻഡ് ഗാർഡിന് വന്നിട്ടുള്ളത്. സോ മോട്ടോർ സൈക്കിൾ താഴെ വീഴുകയാണെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങളെ കൈക്ക് ഒരു ഇമ്പാക്റ്റും പറ്റില്ല എന്നാണ്. നമുക്ക് പല ഹാൻഡ് ഗാർഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും ഇത്തരത്തിലുള്ള ബ്രാൻഡഡ് ക്വാളിറ്റി ഹാൻഡ് ഗാർഡ് വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ പെർപ്പസ് 100% നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു പാർട്ട് അലൂമിനിയം ബാക്ക് ബോൺ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. അത് കൂടാതെ ഈ വരുന്ന ഷീൽഡ്, ഇപ്പോൾ നമ്മൾ മോട്ടോർ സൈക്കിൾ താഴെ വീഴുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അപകടം വരുന്നത് അല്ലെങ്കിൽ ഡാമേജ് വരുന്നത് ഈ ഒരു പാർട്ടാണ്, അല്ലെ ഈ ഒരു ഷീൽഡിന് VPS ഷീൽഡ് എന്നാണ് കമ്പനി ഇതിന് പറയുന്നത് കേട്ടോ. സോ ആ ഒരു ഷീൽഡ് സെപ്പറേറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം മൾട്ടിപ്പിൾ ഡിസൈനിലും ഒരുപാട് കളർ ഓപ്ഷനിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ഒരു VPS ഷീൽഡ് എന്ന് പറയുന്നത്. സോ നമ്മളെ മോട്ടോർ സൈക്കിളിന് ഏതാണോ സ്യൂട്ടബിൾ ആവുന്നത്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബ്ലൂ കളർ മോട്ടോർ സൈക്കിളാണ്, അതിന് കൂടെ തന്നെ ഒരു സിൽവർ എലമെൻറ്റും കൂടെ ഇതിന് ബ്ലെൻഡാക്കി കൊണ്ടുവന്നു. അപ്പോൾ അതിനൊക്കെ വളരെ സ്യൂട്ടബിൾ ആവുന്ന ഒരു കളർ കോമ്പിനേഷൻ തന്നെ ഈ ഒരു ഹാൻഡ് ഗാർഡിലും നമ്മൾ കൊണ്ടുവന്നു. ഡെഫിനറ്റ്ലി അതെല്ലാം ഇതിന് ഒരു ആഡ് ഓൺ ആയി ഈ ഒരു ബൈക്കിന് എത്ര സ്യൂട്ടബിൾ ആയി എന്ന് വേണം പറയാൻ. സോ ആസ് ഐ സെഡ്, നമ്മളൊരു താഴെ വീഴുന്ന സമയത്ത് നമ്മളെ കൈക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ കൊണ്ടുവരുന്നു. അത് കൂടാതെ ഇതൊരു അഡ്ജസ്റ്റബിൾ ആണ് ഈ ഒരു ഷീൽഡിൽ വരുന്നത് കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന ഒരു ബ്ലാക്ക് കളർ ഉണ്ടല്ലോ, ഈ ബ്ലാക്ക് കളറ് നിങ്ങൾക്ക് എത്ര ഒരു ലിമിറ്റഡ് ആയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇത് മാനുവലായിട്ട് നമ്മൾ ചെയ്യണം. ചെറിയ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഏത് അഡ്ജസ്റ്റ്മെൻറ്റിലാണോ വേണ്ടത് അല്ലെങ്കിൽ ഏത് ഹൈറ്റിലാണോ ഈ ഒരു ഷീൽഡ് വേണ്ടത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. സോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 7,500 ആണ് ഈ ഒരു അലൂമിനിയം പാർട്ടിന് വരുന്നത്. ഈ ഒരു ഷീൽഡിന് വരുന്നത് 3,200 ആണ്. സോ നിങ്ങൾക്ക് കുറച്ച് കളേഴ്സ് ബോറടിക്കുമ്പോഴോ അല്ലെങ്കിൽ താഴെ വീട് എന്തെങ്കിലും ഡാമേജ് വരുമ്പോഴൊക്കെ ഈ ഷീൽഡ് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാനും സാധിക്കും. യെസ്, ദിസ് ഈസ് ദ പാർട്ട് യു ഗൈസ് ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ, അല്ലേ? എനിക്കറിയാം, ബിക്കോസ് അഡ്വഞ്ചർ ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു പ്രോഡക്റ്റാണ് ഹാൻഡിൽ ബാർ റേസർ. ലെഗൻഡറി ബ്രാൻഡിൽ വരുന്ന ഹാൻഡിൽ ബാർ റേസർ 51 mm ഹൈറ്റാണ്. ദാറ്റ് മീൻസ് നിങ്ങൾ അഡ്വഞ്ചർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റൈഡിങ് പൊസിഷനൊക്കെ പ്രോപ്പർ ആവാനോ ഒരു അപ്രൈറ്റ് റൈഡിങ് പോസ്ചർ കിട്ടാനുമാണ് ഈ ഒരു ഹാൻഡിൽ ബാർ റേസർ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളറിയാം, പലപ്പോഴും ഓഫ് റോഡ് ചെയ്യുമ്പോൾ നമ്മൾ റൈഡിങ് പോസ്ചർ എങ്ങനെയാണ്, നമ്മൾ മോട്ടോർ സൈക്കിൾ ഈ രൂപത്തിലാണ് നമ്മൾ നിൽക്കുക, അല്ലേ? ഫൂട്ട് റെസ്റ്റിൻ്റെ മുകളിൽ ഇങ്ങനെ നിന്ന് കംപ്ലീറ്റ് നമ്മളെ കൈയൊക്കെ കറക്റ്റായിട്ട് ഒരു പ്രോപ്പർ ഒരു അപ്രൈറ്റ് റൈഡിങ് പോസ്ചർ കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓഫ് റോഡ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഒരു പ്രോപ്പറായിട്ട് നമ്മൾ മോട്ടോർ സൈക്കിൾ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള രൂപത്തിലാവുള്ളൂ. അല്ലെങ്കിൽ കയ്യിൽ നിന്ന് ചില സമയത്ത് ചില ജമ്പിലൊക്കെ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇത്തരത്തിലുള്ള ഹാൻഡിൽ ബാർ റേസറുകൾ ബൈക്ക് കംപ്ലീറ്റ് നമ്മളെ കയ്യിലുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് കൊണ്ടുവരാൻ, അതായത് കംഫർട്ട് കൊണ്ടുവരാൻ സഹായിക്കും. സോ ലെഗൻഡറി ബ്രാൻഡിൻ്റെ ഈ ഒരു ഹാൻഡിൽ ബാർ റേസർ എല്ലാ അഡ്വഞ്ചർ ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ ഓഫ് റോഡ് ചെയ്യുന്ന ആളുകളും തീർച്ചയായിട്ടും ഫിറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണ്.
അതുകൂടാതെ നമ്മളിപ്പോൾ ഒരു ലോങ് ടൂറിങ് പോകുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും വളരെ യൂസ്ഫുൾ ആവുന്നതാണ് കേട്ടോ. അഡ്വഞ്ചർ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ല, നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിലും ഈ ഒരു റൈഡിങ് പോസ്ചർ നമുക്ക് ഒരുപാട് കൂടുതൽ ഓടിക്കാനുള്ള ഒരു എനർജി ഉണ്ടാക്കും. ആ ഒരു റൈഡിങ് പോസ്ചർ അങ്ങനെയാണ്, ഒരു ലേസി റൈഡിങ് പോസ്ചർ ഉണ്ടാക്കാൻ സാധിക്കും. കറക്റ്റായിട്ട് നമുക്കിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് ബൈക്ക് കംപ്ലീറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള രൂപത്തിലുണ്ടാവും. സോ ഈ രണ്ട് ആളുകൾക്കും ഇത് ഒരുപോലെ തന്നെ ഹെൽപ്ഫുൾ ആവുന്നതാണ്. സോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2780 റുപ്പീസാണ് കേട്ടോ. കംപ്ലീറ്റ്ലി ലെഗൻഡറി ലോഗോ നിങ്ങൾക്ക് ഇവിടെ കാണാം 2 സൈഡിലായിട്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാ ബെനിഫിറ്റും കൂടെ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും. റൈഡ് ഒരുപാട് പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ലോങ് ടൂറിങ് ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ആളുകളാണല്ലോ, നമ്മളിപ്പോൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ തൊട്ടടുത്ത സിറ്റീസിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും നിങ്ങൾ വെക്കേണ്ട ഒരു പ്രോഡക്റ്റാണ് മൊബൈൽ ഹോൾഡറുകൾ. അതിനാണ് ഞാൻ ഈ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് വെച്ചിട്ടുള്ളത്. മാത്രമല്ല, നമ്മളിപ്പോൾ റൈഡ് പോകുന്ന സമയത്താണെങ്കിൽ ഇപ്പോൾ നമുക്ക് അറിയാത്ത സ്ഥലത്ത് കൂടെയാണല്ലോ നമ്മൾ ഈ ഗൂഗിൾ മാപ്പൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ. ആ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ യൂഷ്വലി നമ്മൾ ചെയ്യാറ് മോട്ടോർ സൈക്കിൾ എവിടെയെങ്കിലും നിർത്തി പോക്കറ്റിൽ നിന്ന്, ഇപ്പോൾ ഞാൻ ഫോൺ എടുത്ത പോലെ തന്നെ എടുത്തു, മാപ്പിൽ ഒന്നും കൂടെ ഒന്ന് നോക്കി സെറ്റ് ചെയ്തു, വീണ്ടും 2 കോർണർ കഴിയുമ്പോൾ വീണ്ടും പോക്കറ്റിൽ നിന്ന് അതെടുത്തു. അതൊക്കെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവും. സോ മൊബൈൽ ഹോൾഡറുകൾ എല്ലാവരും വളരെ നിർബന്ധമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ്. ഞാനിപ്പോൾ ഈ ഒരു മോട്ടോർ സൈക്കിളിന് സെറ്റ് ചെയ്തിട്ടുള്ളത് JB റേസിങ്ങിൻ്റെ ഒരു മൊബൈൽ ഹോൾഡറാണ്. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഏതും ആവട്ടെ, വലിയ ബ്രോഡ് വൺ ആവട്ടെ, ചെറുതാവട്ടെ, ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലാണ് JB റേസിംഗ് മൊബൈൽ ഹോൾഡർ വരുന്നത്. ഐ വിൽ ഷോ യു. കണ്ടോ, ഈ ഒരു മൊബൈൽ കുറച്ച് വലുതാണ് അല്ലേ. സോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഈസി ആയിട്ട് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ സൈസ് എത്ര വലുതാണെങ്കിലും ഇത് കറക്റ്റായിട്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, അത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ലോക്ക് മെക്കാനിസം ഉള്ളതുകൊണ്ട് തന്നെ ഇത് താഴേക്ക് വീഴാനുള്ള സാധ്യത തീരെ ഇല്ല. ഇപ്പോൾ ഫിറ്റ് ചെയ്തതിന് ശേഷം നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഒരു കാരണവശാലും ഗട്ടർ വന്നാലോ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഹമ്പ് വന്നാലോ ഈ ബൈക്ക് എത്ര ജമ്പ് ചെയ്ത് കഴിഞ്ഞാലും മൊബൈൽ താഴെ വീഴാൻ പറ്റാത്ത രൂപത്തിൽ ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിവിടെ സെറ്റായി. സോ നമ്മളിപ്പോൾ ലോങ് റൈഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൗണിൽ പല അറിയാത്ത സ്ഥലങ്ങളിൽ ഓടിക്കുകയാണെങ്കിലും ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ. എനിക്ക് പേഴ്സണലി ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് വീണ്ടും എടുത്തു പറയുന്നത്. മാത്രമല്ല, ഇതിൽ ഒരു ഫാസ്റ്റ് ചാർജിങ് കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ചാർജിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മൾട്ടി പർപ്പസ് ആണ്, നിങ്ങളുടെ പർപ്പസ് മീറ്റ് ചെയ്യാൻ സാധിക്കും, ചാർജും ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പോ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇവിടെ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാനും സാധിക്കും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1790 രൂപയാണ്. ജസ്റ്റ് ഫോർ 1790 റുപ്പീസിന് നിങ്ങൾക്ക് ഇത് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളാണ്. ആസ് ഐ സെഡ്, തീർച്ചയായിട്ടും എല്ലാ റൈഡേഴ്സും ടെസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അഡ്ജസ്റ്റബിളിൻ്റെ കാര്യവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. നിങ്ങളുടെ മൊബൈൽ ഏതും ആവട്ടെ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മോട്ടോർ സൈക്കിൾ എവിടെ നിർത്തി നിങ്ങൾ റൂമിലേക്കോ നിങ്ങൾ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ മൊബൈൽ എടുക്കാൻ മറക്കരുത്. അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചതാണ്. എന്നാൽ അടുത്ത ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സാഡിൽ സ്റ്റേ ആണ്. JB റേസിംഗ് എന്ന ബ്രാൻഡിൽ വരുന്നതാണ് ഈ ഒരു സാഡിൽ സ്റ്റേ. എന്തിനാണ് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇനി അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം. സാഡിൽ സ്റ്റേ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലഗേജുകൾ വെക്കാനുണ്ടാവും അല്ലേ. ആ ലഗേജുകളൊക്കെ നമ്മൾ ബാക്കിലായിട്ട് സാഡിൽ ബാഗുകളിലായിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യാറ്. സാഡിൽ ബാഗ് നമ്മൾ ഇത്തരത്തിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ടയറിൻ്റെ അകത്തേക്ക് സാഡിൽ ബാഗുകൾ പോയി അല്ലെങ്കിൽ നമ്മളെ ലഗേജുകളൊക്കെ അകത്തേക്ക് പോയി നമുക്ക് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ. അകത്തേക്ക് പോവുകയാണെങ്കിൽ വീലിൻ്റെ അകത്തേക്ക് പോയി തട്ടാനുള്ള സാധ്യത. സോ അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ നമുക്കിതെല്ലാം ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന ഈ സാഡിൽ ബാഗുകളൊക്കെ കറക്റ്റ് ഒരു പ്രോപ്പർ ഫിറ്റിങ്ങിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സാഡിൽ സ്റ്റേ നമ്മൾ ഉപയോഗിക്കുന്നത്. JB റേസിംഗ് അവർ ഓൺ ബ്രാൻഡാണ്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഒരുപാട് പ്രോഡക്ട്സുകൾ JB റേസിംഗ് ഉണ്ടായി. സെയിം ബ്രാൻഡിൽ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു JB റേസിംഗ് സാഡിൽ സ്റ്റേ എന്ന് പറയുന്നത്. 2 സൈഡിലായിട്ട് ഈ ഒരു മോട്ടോർ സൈക്കിളിനോട് കോമ്പാക്റ്റ് ആവുന്ന രൂപത്തിൽ ഒരുപാട് ബൾക്കി ആയിട്ട് പുറത്തേക്കൊന്നും നിൽക്കുന്നില്ല. കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് നല്ല ഒരു R&D ടീമിനാണ് എനിക്ക് ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്. ബിക്കോസ് എല്ലാം കറക്റ്റായിട്ട് അവർ ഇതിന് ഡെവലപ്പ് ചെയ്തു എന്ന് വേണം പറയാൻ. ബാക്ക് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലൊക്കെ
എല്ലാ സൈഡും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്തു. ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ നല്ല മെറ്റലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫിനിഷിങ്ങും ആണ് ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ പല ഭാഗത്ത് വരുന്നത്. കമ്പനി ഫിനിഷിങ് എത്രമാത്രം സൂക്ഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എത്രമാത്രം നന്നാക്കിയിട്ടുണ്ടോ അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിലൊക്കെ JB റേസിംഗ് R&D ടീം ഡെവലപ്പ് ചെയ്തതും അതിൻ്റെ ഫിനിഷിങ്ങിലേക്കൊക്കെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് വരുന്നത് 3500 റുപ്പീസാണ്. ഈ ഒരു പ്രോഡക്റ്റ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ബിക്കോസ് ഇത് ടയർ ഹഗ്ഗറാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലിപ്പോൾ മഴക്കാലമാണ്, നമ്മൾ ഒരുപാട് ചെളി കൂടെ അല്ലെങ്കിൽ മഡിലൊക്കെ മോട്ടോർ സൈക്കിൾ ഓടിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ അങ്ങനെ തന്നെയാണ്, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഗട്ടറന്നാണ്. ഈ ടയർ ഹഗ്ഗർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നിലിരിക്കുന്ന നിങ്ങളെ പില്യൺ റൈഡർക്കും അതല്ല നിങ്ങൾ സോളോ ആയിട്ട് ഓടിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെ മുകളിലേക്ക് വരുന്ന കംപ്ലീറ്റ് ചെളി ഈ ഒരു ടയർ ഹഗ്ഗർ കൊണ്ട് നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ BMW G1250 1200 വരുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള അതേ ഒരു ഡിസൈനിലാണ് GS310GS വേണ്ടിയിട്ട് ഈ ഒരു ടയർ ഹഗ്ഗർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ്ലി നിങ്ങളെ പിന്നിലേക്ക് വരുന്ന ഡേർട്ടിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും. മാത്രമല്ല ഈ ഒരു മോട്ടോർ സൈക്കിളിനോട് ഏകദേശം സാമ്യമാവുന്ന അല്ലെങ്കിൽ അതിനോടൊക്കെ സ്യൂട്ടബിൾ ആവുന്ന രൂപത്തിൽ തന്നെ വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ടയർ ഹഗ്ഗർ. ഈ ഒരു മോട്ടോർ സൈക്കിളിന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഇത്രയും പ്രോഡക്ട്സുകളാണ്. പക്ഷേ ഇത് മാത്രമല്ല കേട്ടോ BMW G310GS വേണ്ടിയിട്ടുള്ളത്. ബിക്കോസ് ഓൾറെഡി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോ കാണാത്ത ആളുകൾക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഒട്ടനവധി പ്രോഡക്ട്സുകൾ വേറെയും BMW സൈഡ് സ്റ്റാൻഡ് ബേസ് ഉണ്ട്, സാഡിൽ സ്റ്റേ, ടോപ്പ് കേസുകളുണ്ട്. ടോപ്പ് കേസുകളുടെ ഒരു കളക്ഷൻ തന്നെ എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് ലോങ് ടൂറിങ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് GV ബ്രാൻഡിൻ്റെ വരുന്നുണ്ട്, ഷാങ്ലിൻ ബ്രാൻഡിൻ്റെ വരുന്നുണ്ട്, JB റേസിംഗ് ബ്രാൻഡിൻ്റെ വരുന്നുണ്ട്. മൾട്ടിപ്പിൾ ഓപ്ഷനുകളാണ് ടോപ്പ് കേസിനും സൈഡ് പാനിയേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും ആ ഒരു പ്രോഡക്ട്സുകളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ബിഗ് ബൈക്സ് 100% ബിഗ് ബൈക്സ് ആയി എന്ന് വേണം നമ്മൾ പറയാനൊക്കെ. ചെറിയൊരു അപ്ഗ്രേഡ് ചെയ്തപ്പോൾ തന്നെ ബൈക്കിൽ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാനിയേഴ്സും ടോപ്പ് കേസും കൂടെ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കും. സോ ഇത് BMW ഉപയോഗിക്കുന്ന ആളുകൾ, നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരുമാവട്ടെ, തീർച്ചയായിട്ടും അവർക്കെല്ലാം നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഇൻഫോർമേഷൻ അവരെ അറിയിക്കണം. ഇതൊക്കെ നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ തൃശ്ശൂർ അവൈലബിൾ ആണ് എന്നുള്ളത്. ഇവിടെ നമ്മളെ സ്റ്റോറിൽ വരാൻ പറ്റുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇവിടെ വരാം. അല്ല നിങ്ങൾ മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. നിങ്ങൾ എവിടെ നിന്നും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട്. Bandidos പൂങ്കുന്നത്താണ് സ്റ്റോർ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓർ ഇഫ് യു വോണ്ട് ടു ബൈ ഓൺലൈൻ ജസ്റ്റ് ലോഗ് ഇൻ ടു www.bandidospitstop.com. സോ ഇതുപോലത്തെ ഒരുപാട് മോട്ടോർ സൈക്കിൾ വീഡിയോകളാണ് ഈ ഒരു ചാനലിൽ വരാനുള്ളത്. ഒരുപാട് റൈഡിങ് കോണ്ടൻറ്റുകളാണ് ഈ ഒരു ചാനലിൽ വരാനുള്ളത്. ഒരുപാട് മോട്ടോർ സൈക്കിൾ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളാണ് ഈ ഒരു ചാനലിൽ വരാനുള്ളത്. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് യു ഡോണ്ട് വോണ്ട് ടു മിസ് എനി മോട്ടോർ സൈക്കിൾ അഡ്വഞ്ചർ കണ്ടൻറ്റ്. യു ഡോണ്ട് വോണ്ട് ടു മിസ് എനി പ്രോഡക്റ്റ് റിലേറ്റഡ് കണ്ടൻറ്റ്. ദിസ് ഇസ് Murshid Bandidos signing off. Thank you so much guys.